ദേഷ്യം വന്നപ്പോൾ അത് സനകാദികളെ പോലെയുള്ള മഹാന്മാർക്ക് ആയപ്പോൾ ക്രോധം വന്നു കണ്ണിലെന്ന് പറയാതെ കാമൻ്റെ അനുജൻ കണ്ണിൽ കടന്നുകൂടി എന്ന് വളച്ചു കെട്ടി പറഞ്ഞു. ആചാരം ചേർത്ത് പറഞ്ഞു എന്ന് ചുരുക്കം. അപ്പോൾ അത്തരത്തിലുള്ള പ്രയോഗം ബ്രഹ്മാവ് പോലും ചെയ്യണു. തൻ്റെ മക്കളെ താഴ്ത്തി പറയാൻ നിർത്തിയില്ല. അവരെല്ലാം ജയിച്ചവരാണ്. അവർക്ക് ദേഷ്യം വന്നു എന്ന് പറഞ്ഞാൽ അവരെ അപമാനിക്കലാവും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വർണ്ണിക്കേണ്ടി വന്നത്. അഥവാ സാഹിത്യം സരസ്വതീ വല്ലഭനെ ഉപയോഗിക്കേണ്ടി വന്നത്. ദേവന്മാർക്ക് കാര്യം മനസ്സിലായി. എന്ത്? സനകാദികൾ ദേഷ്യം വന്ന് ശപിച്ചപ്പോൾ ഭഗവാൻ അത് അംഗീകരിച്ചു. സനകാദികളൊന്നും ഭഗവാന് കാഴ്ച വെച്ചില്ല. കാഴ്ച കാമം, ആഗ്രഹം ആയിരുന്നു. ആ ആഗ്രഹം ഇങ്ങനൊരു കുഴപ്പത്തിലേക്ക് അവരെ തള്ളിവിട്ടു. അത് ലോകത്തിനോടുള്ള പാഠമാണ്. കാമം എന്നുള്ളത് വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൽ കടന്നുകൂടിയാൽ ആ കാമത്തിന്, ആഗ്രഹത്തിന് എന്നർത്ഥം, എന്തെങ്കിലും ഒരു തടസ്സം വന്നാൽ അപ്പം അറിയാം അത് ക്രോധമായിട്ട് മാറും എന്ന്. കാമം, ആഗ്രഹം, ആഗ്രഹത്തിന് തടസ്സം വന്നാൽ ക്രോധം തീർച്ചയല്ലേ? അതാണ് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണെന്നർത്ഥം. ലോകത്തിലുള്ള നമുക്ക് ക്ലാസ് എടുക്കുന്നത് പോലെ കഥകൾ പറയുക. മൈത്രേയൻ്റെ വർണ്ണനയുടെ രീതി അതാണ്. ബ്രഹ്മാവ് ദേവന്മാരോട് പറഞ്ഞതും അതാണ്. ശ്രദ്ധിക്കണം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ. സനകാദികൾക്ക് ദേഷ്യം വന്നു എന്ന് ഞാൻ പറയില്ല. പക്ഷേ സനകാദികളുടെ കണ്ണിൽ കാമത്തിൻ്റെ അനുജൻ കടന്നുകൂടി എന്നാണ്. അപ്പോൾ നല്ല വാക്ക് അവരുപയോഗിച്ചു. അസുരന്മാരായി പോട്ടെ. ഭഗവാൻ അത് വന്ന് എന്തായി? കൈകൊട്ടി അംഗീകരിച്ചു. നന്നായി നന്നായി നന്നായി. നമ്മൾ കേട്ടില്ലേ? മഹാലക്ഷ്മിക്ക് പോലും ഒന്നും അങ്ങോട്ട് പറയാൻ വയ്യാണ്ടായി. എന്നെ തടുത്തവരാ ഇവരെ കൈകൊട്ടി അഭിനന്ദിക്കുകയല്ല വേണ്ടത്. അവരെ ശപിച്ചവരെ ഇവിടുന്ന് മാനിക്കുക. എൻ്റെ ആഗ്രഹം എപ്പോഴെങ്കിലും നടന്നൂലോ എന്നൊക്കെ വേണമെങ്കിൽ മഹാലക്ഷ്മിക്കും പറയാം. ഒന്നും ആർക്കും പറയാനില്ലാത്ത മട്ട് ഭഗവാൻ തന്നെ ഓരോരുത്തർക്കും വേണ്ടി വാക്കുകളൊക്കെ പാകത്തിന് കൂട്ടിച്ചേർത്തു. അങ്ങനെ എത്ര മധുരം ഉണ്ടാക്കുക, പായസം ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ മധുരവും തേനും ശർക്കരയും അതും ഇതുമൊക്കെ കൽക്കണ്ടുണ്ടെങ്കിൽ അതും, മുന്തിരി ഉണ്ടെങ്കിൽ അതും, പഴമുണ്ടെങ്കിൽ അതും ഒക്കെ പാകത്തിനാക്കലുണ്ട്. ഇതുപോലെ ഭഗവാന്റെ മാധുര്യം എല്ലാത്തിലും ചേർന്നപ്പോൾ ആർക്കും പരാതിയില്ല. ജയവിജയന്മാർക്കും അത്ഭുതമായി. ഞങ്ങളെ ഇവിടുന്ന് അവിടുത്തേക്ക് വേണ്ടി അസുരന്മാരാക്കി അയക്കല്ലേ? അതേന്നെ, എനിക്ക് നിങ്ങളുടെ ആ ഉറച്ച ശരീരവും വിരിഞ്ഞ മാറും നല്ല മസലും ഒക്കെ കണ്ടപ്പോൾ ഈ പാലാഴിയിൽ ഇങ്ങനെ കിടന്ന് മടുത്തേർത്തുനിന്ന് ചാട്ടി വന്ന് നിങ്ങൾ കാവക്കാരവിടെ വരും, കോർട്ടിലേക്ക് നിൽക്കുക, എനിക്ക് നിങ്ങളുമായിട്ടൊന്ന് ഗുസ്തി പിടിക്കണം എന്ന് പറയാൻ തോന്നി. സത്യം പറഞ്ഞാൽ അതാണ്ടായത്. അപ്പം നിങ്ങളുമായിട്ട് ഗുസ്തി പിടിക്കാൻ പറഞ്ഞാൽ നിങ്ങളെന്ത് ചെയ്യും? അയ്യോ പൊന്നു തമ്പുരാനെ, അടിയങ്ങളോട് ഗുസ്തി പിടിക്കാലോ, എത്ര വേണമെങ്കിൽ ഇവിടുന്ന് അടിച്ചോളാം, ഞങ്ങൾക്ക് അതൊക്കെ സന്തോഷമാണ്, ഇവിടുത്തെ കൈ കൊണ്ടല്ലേ എന്ന് പറയില്ലേ? അപ്പോൾ അവരാലോചിച്ചു, അത് ശരിയാ, ഭഗവാൻ ഇങ്ങോട്ട് അടിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അടിക്കാൻ പറ്റുമോ? ഗുസ്തി പിടിക്കണമെന്ന് പറഞ്ഞാൽ ഗുസ്തി പിടിക്കുക, തോറ്റു കൊടുക്കുക, അതല്ലേ വേണ്ടത്? ഭഗവാനെ തോൽപ്പിക്കുക, വിചാരിക്കുക തന്നെ വയ്യ. ഭഗവാൻ പറഞ്ഞു, അതാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നിട്ടുള്ള ബുദ്ധി. നിങ്ങൾ അസുരന്മാരായിട്ട് ഭൂമിയിൽ ചെല്ലുമ്പോൾ ഇങ്ങനെയല്ല പറയുക, തമ്പുരാനെ അടിയങ്ങൾ അവിടുത്തെ അടി കൊണ്ടോളാം എന്നൊന്നുമല്ല. ഏതവനാടാ എന്നോട് തല്ലാൻ വന്നിരിക്കുന്നത്, നോക്കാടാ നമുക്കൊരു കയ്യ് എന്നലറി എൻ്റെ നേർക്ക് ചാടി വരും. അപ്പോഴേ ഗുസ്തിക്ക് രസമുള്ളൂ. തമ്മിത്തല്ല് ഈ കൃത്യമായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് തമ്മിത്തല്ല് അഭിനയിച്ചാൽ അത് രസമില്ല, ഒറിജിനലാവണം. അതിനു വേണ്ടി നിങ്ങളറിയാതെ നിങ്ങളുടെ ബുദ്ധി മാറ്റിയതാണ്. അതിനാണ് സനകാദികളെ ഇവിടെ വരുത്തിയത്. അപ്പോൾ എനിക്ക് വേണ്ടി സനകാദികൾ വന്നു നിങ്ങളെ ഇവിടുന്ന് വൈകുണ്ഠത്തിൽ നിന്ന് ദിതീഗർഭത്തിലേക്ക് മാറ്റി അവിടെ വെച്ച് നിങ്ങൾ അസുരന്മാരായി വരും. ഭഗവാന്റെ വാക്കുകളൊക്കെ മാധുര്യമുള്ളതുകൊണ്ട് അവർ ഭഗവാനുമായിട്ട് അടിക്കാൻ, യുദ്ധം ചെയ്ത് അവിടുത്തെ സന്തോഷിപ്പിക്കാൻ തയ്യാറായി പുറപ്പെട്ടിരിക്കുന്നു. ഇനി ഭാഗവതത്തിലെ ഈ ആശയം സാക്ഷാൽ ജാമ്പവാൻ
ജാമ്പവാൻ്റെ മുമ്പിൽ ശ്രീകൃഷ്ണൻ വരുമ്പോൾ ഒന്ന് പ്രായോഗികമാക്കി പരിശോധിക്കുന്നില്ലേ? നമുക്കറിയാം ആ കഥ. എന്താ അത്? ജാമ്പവാൻ നല്ല ഇടി വെച്ച് കൊടുത്തു ഇത്രയും ഭഗവാന്റെ മാറത്ത്. അപ്പോൾ പട്ടേരിപ്പാടിന് നാരായണീയത്തിൽ ഭഗവാനെ ഇടിക്കേ ഭഗവതോത്തമനായ ജാമ്പവാൻ ശ്രീരാമചന്ദ്രസ്വാമിയായിട്ട് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഏയ് അത് പറയുവയ്യ. അപ്പം എന്തായി ചെയ്തത്? വിഭോ രഘുപതേ ഹരേ ജയ ജയേത്യലം മുഷ്ടിഭി ചിരം തവ സമർച്ചനം വ്യഥിത ഭക്തചൂടാമണി. ജാമ്പവാൻ ശ്രീരാമഭക്തൻ, ശ്രീരാമനായിട്ട് ശ്രീകൃഷ്ണൻ ഇന്ന് മുമ്പിൽ അങ്ങനെ വന്നു നിൽക്കുമ്പോൾ ആ ഗുരുവായൂരപ്പ അവിടുത്തെ ശ്രീകൃഷ്ണ സ്വരൂപത്തെ, ശ്രീരാമരൂപത്തെ വിഭോ രഘുപതേ ഹരേ ജയ ജയ എന്ന് പറയുക, ഇടി പുഷ്പാഞ്ജലി ഇവിടുത്തെ മാറത്തൊക്കെ അങ്ങനെ സമർപ്പിക്കുക. എങ്ങനെ? പട്ടേരിയുടെ ഗുരുവായൂരപ്പന് വേണ്ടിയുള്ള വാദിക്കൽ. അപ്പോൾ ഗുരുവായൂരപ്പൻ പറഞ്ഞു, പട്ടേരി നന്നായി, ശരിയാണ്. അദ്ദേഹം ഇടി പുഷ്പാഞ്ജലി തന്നപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞാൽ മേശാന്തി പ്രസാദം കൊടുക്കാറുണ്ട്, അതുപോലെ ഇത്തിരി പ്രസാദവും കൊടുത്തു ജാമ്പവാന്. അപ്പോൾ ജാമ്പവാൻ വീണു. ഇതാണ്. അപ്പോൾ ഇടി തമ്മിത്തല്ല, യുദ്ധം, ഇതൊക്കെ ഭഗവാൻ തന്ന ശക്തിയെ ഭഗവാന് തന്നെ കൊടുക്കലാണെന്നർത്ഥം. അപ്പം നമ്മൾ നോട്ടീസിൽ അനവധി വഴിപാട് പേരെ വെച്ചിരിക്കുന്നത് എന്താ? ഇതൊക്കെ നമുക്ക് ഭഗവാൻ തന്നതാണ്. നെയ്യ് തന്നു, എണ്ണ തന്നു, കർപ്പൂരം തന്നു, ഇമ്പാതിരിയുള്ളതൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുക. പിന്നെ ശർക്കര, പാല്, പഞ്ചസാര ഇതൊക്കെ ഭഗവാന് കൊണ്ടുവന്ന് കൊടുക്കുക. ഭഗവാന് നിറപറ കൊണ്ടുവന്ന് നിറയ്ക്കുക. ഓരോന്ന് വഴിപാട് എന്ന് പറഞ്ഞ് നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കിയത് വെറുതെ അല്ല, ഭഗവാന് സമർപ്പിക്കാനുള്ള അവസരമാണ് 7 ദിവസം ജഗദംബികയും ഗുരുവായൂരപ്പൻ സപ്താഹരൂപിയും കൂടി ചെയ്തത്. അപ്പം അത് നമ്മൾ ഉപയോഗിക്കുകയാണെന്നർത്ഥം. ഭഗവാൻ തന്നത് വേണ്ട പോലെ ഉപയോഗിക്കാൻ കിട്ടുന്ന അവസരമായിട്ട് നമ്മളിതൊക്കെ കണക്കാക്കുക.